സുഹൃത്തുക്കളെ, ഇതാ ഞങ്ങളുടെ ഒരു ചെറിയ സ്കിറ്റ് സ്വീകരിക്കാറുണ്ട്. ഭിക്ഷക്കാരനാണോ? ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, പൊയ്ക്കോളൂ. ഇവിടുന്ന് ഒന്നും കിട്ടില്ല, പൊയ്ക്കോളൂ. പൊയ്ക്കോളൂന്നേ. ആരാടി അവിടെ? ഓ, അതൊരു ഭിക്ഷക്കാരനാണെന്നേ. അവിടെ നിക്കണ. നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? അവള് വല്ലതും തന്നായിരുന്നോ? അവക്കൊന്നും പറയാനുള്ള ഒരവകാശവും ഇല്ല ഈ വീട്ടില്. നീ ഒരു കാര്യം ചെയ്, ഇവിടെ ഒന്നുമില്ല, പൊക്കോ. അല്ലെങ്കിൽ അവളെ നിക്ക്. നീ വേണേ ഇവളെ വിളിച്ചോണ്ടങ്ങ് പൊക്കോ. അവൾക്ക് തെണ്ടി നല്ല പരിചയ. വിളി പൂടി അകത്ത്. പിന്നെ ഇങ്ങോട്ട് വല്ലവരും വിളിക്കാം. ഇങ്ങോട്ട് വല്ലവരും വിളിക്കാം. ഒരു കാര്യം ചെയ്യത്തില്ല, ഒരു പണിയും ചെയ്യത്തില്ല ഇവള്. പേപ്പർ കിടക്കുന്നു, എടുത്ത് വെക്കത്തു പോലുമില്ല. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് ആരും മരിച്ചില്ല. എന്ത് നാണം കെട്ട മറിച്ചിലായിപ്പോയി. രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് എനിക്കെന്തോ പണി ഇവിടെ? നേരം വെളുത്തിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല ഇതുവരെ. ഉണ്ടാക്കി, എന്റെ പെമ്പിള്ളയായിട്ട് വഴക്കുണ്ടാക്കി. അതെപ്പോഴും ഉണ്ടല്ലോ. അതിനല്ലേ എനിക്ക് പണി. നീ അതിനു വേണ്ടിയല്ലേ അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത്? അവളാണെങ്കിൽ പേരും പെരുമയുള്ളവളാണ്. എന്ത് പേരും പെരുമ? എടാ, നിനക്കറിയാമോ, അവള് രാവിലെ കക്ഷവും കാണിച്ച് സൊസൈറ്റി ലേഡി എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്ന ആരാ ചെയ്യുന്നത്? എടാ, ഞാനാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാ പണിയും ചെയ്യുന്നത് ഞാനല്ലേ. എന്ത് ചെയ്തെന്നാ പറയുന്നത്? നിനക്കൊന്നും അറിയത്തില്ല. നിനക്ക് വല്ലതും അറിയാമോ? അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാ? പലിശക്കാരൻ വന്ന് പുറത്ത് നിൽക്കുന്നത്. അവൻ പേര് വല്ലതും പറഞ്ഞായിരുന്ന? പേരൊന്നും പറഞ്ഞില്ല, ഞാൻ ചോദിച്ചതുമില്ല. കണ്ടിട്ട് എന്ത് തോന്നുന്നു? പൈസ കൊടുക്കുന്നതാ നല്ലതെന്ന് തോന്നുന്നു. ദൈവമേ, അവനെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ അവൻ ഇങ്ങനെ വന്ന് പോയിരിക്കും. എന്റെ കൂട്ടുകാരൻ വരുന്നുണ്ട് ഗൾഫിൽ നിന്ന്. ഈ തള്ള വായൊന്ന് അടങ്ങിയിരിക്കണം. ഓ, ഞാനൊന്നും പെട്ടുന്നില്ല. ഇവിടെ അവൻ വല്ലതും ചോദിച്ചാൽ എന്ത് പറയും? ചോദിച്ചാ പല്ലുവേദനയാന്ന് പറഞ്ഞാൽ മതി. ഓ, പല്ലുവേദന. പല്ലുവേദനയെന്ന് ഞാൻ വാവളിച്ച് തന്നെ പറയണ്ടേ? ഞാൻ പറഞ്ഞോളാം, പല്ലുവേദനയാന്ന് ഞാൻ പറഞ്ഞു. നീ അത് പറയാം. ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞു. കൂട്ടുകാരൻ വരുന്നല്ലോ. നീ അങ്ങ് തട്ടിച്ച് മെലിഞ്ഞ് വെളുത്ത് കറുത്തുരുണ്ട് പോയാലാ. ഇപ്പോഴാ പഴയ സ്വഭാവം പോയില്ലേ? നാട്ടുകാരെ കുറ്റം പറയുന്ന സ്വഭാവം. അതൊക്കെ എന്താ നിന്റെ സെറ്റപ്പ് ഒക്കെ? എന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാ, ഇവന്റെ സെറ്റപ്പ് ഒന്നും പറയണ്ട. ഇവനും ഇവന്റെ പെണ്ണും പിള്ളയും കൂടി ഈ നാട് മുഴുവൻ ചെയിനും ഉണ്ടാക്കി നടക്കുമല്ലേ. ആടിന്റെ ബിസിനസ്, മാഞ്ചിയത്തിന്റെ ബിസിനസ്, ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല. ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ 4 പേര് ആരെങ്കിലും ഒക്കെ ചേർത്തോളും. പിന്നെ അവന് പൈസയുടെ പുറത്ത് പൈസയല്ലേ. അവൻ അങ്ങനല്ലേ തടിച്ചത്. ഈ തള്ളന്റെ പേര് പോകും. ഇത് ഏതാടാ ഈ ചരക്ക്? ഫ്ലൈയിങ് കിസ് ഒക്കെ അടിക്കുന്നുണ്ടല്ലോ. ഫ്ലൈയിങ് കിസ് എന്റെ തള്ളയാണ്. ഓ, നിന്റെ അമ്മയാണോ? എന്റെ അമ്മേ. എന്താണ് ഇത്? ഇവനെയൊക്കെയാണ് കുടുംബത്തിൽ വിളിച്ചു കയറ്റുന്നത്. അല്ല, എടാ, ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നിന്നെ വന്ന് കാണണം, നിന്റെ സെറ്റപ്പ് ഒക്കെ ഒന്ന് അറിയണം, നിന്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെടാ നിന്റെ ഭാര്യ? എടി സുശീലേ, ഒന്നെങ്കിൽ വന്നേ. ഇനി അവളെ വിളിച്ചു വരുത്തണം. ഇവിടെ കുടുംബത്തിൽ വല്ലവരും വരുമ്പോ അവളെയൊക്കെ എന്തിനാണ് വിളിച്ചോണ്ട് വരുന്നത്? നാളെ അവിടെ അടങ്ങിയേ. സുശീലേ, ഒന്ന് വന്നേ. എന്റെ കൂട്ടുകാരൻ വന്നേക്കുന്നു. ഓ, അവള് വരുന്നുണ്ട്. തള്ളേ, ഇതിരി അങ്ങോട്ട് മാറിയെന്നെ. ചേട്ടനെ വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചായിരുന്നു. ഇതെന്റെ കൂട്ടുകാരനാണ് പ്രകാശ്. ഗൾഫിൽ നിന്ന് വന്നതാണ്. അതെയോ ചേട്ടാ? ഇതെന്റെ ഭാര്യ സുശീല. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അല്ല, നമ്മൾ കുറെ കാലമായിട്ട് ഗൾഫിലുണ്ടായ നിന്റെ വിവരങ്ങളൊക്കെ അറിയാലോ. ഞാൻ നിന്റെ കുടുംബ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് അവിടെ. അല്ല, ഒന്ന് അടങ്ങിയിരിക്കും. അല്ല, ഞാൻ ഈ അമ്മയോട് 1-2 കാര്യങ്ങൾ ചോദിച്ചു തരട്ടെ? വല്യമ്മേ,
ഞാൻ പറയാം. ഈ തള്ളി എന്തോന്ന് തള്ളയാ ഇത്? ശ്ശേ, വല്യമ്മ എടാ, അവർക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. മനുഷ്യരെ നിൽക്കാനും വിടില്ല. വല്യമ്മ അമ്മയോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. അമ്മ പണ്ട് ഇവനെ ഓണത്തിന് പറയണ്ടായി. അമ്മ പണ്ട് ഇവരെ ചൂലുകൊണ്ട് അടിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ചൂലുകൊണ്ട് ഞാൻ അവളെ അടിച്ചായിരുന്നു. അത് ഞങ്ങളത് സോൾവ് ചെയ്ത് കേട്ടോ. ഓ അപ്പൊ വല്യമ്മ മാപ്പ് പറഞ്ഞു കാണും അല്ലേ? ഓ, മാപ്പൊന്നും പറയേണ്ടി വരുന്നില്ല. അതിനു മുമ്പ് ആംബുലൻസ് വന്ന് തന്നെ ആശുപത്രിയിലോട്ട് എന്നോട് കളിച്ച അങ്ങനെ ഇരിക്കും. നിങ്ങൾ എന്താ വിചാരിച്ചത്? മിണ്ടാതിരിക്കുന്നല്ലേ? നിങ്ങൾക്ക് കിട്ടിയാലും മതിയാവില്ലേ? ശ്ശേ, വല്യമ്മ തോന്നുന്നു. എടാ ഇവൻ ഗൾഫിലായിരിക്കും എന്നോട് പറയാറുണ്ട്, വല്യമ്മ നെഞ്ചത്ത് കൈ വെച്ച് എന്ത് പറഞ്ഞാലും അത് അറാൻ പറ്റിയ പോലെ വലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാ? എന്ത് പറയാനാ, ആ പേരും പറഞ്ഞ പേര് മൊത്തം പോയി. കൈ നെഞ്ചത്ത് വെക്കും, എന്തെങ്കിലും പറയും, അത് നടക്കും. ഈ തള്ളയുടെ നാക്ക് കരിനാക്കായി തള്ളയ്ക്ക്. എടാ, എടാ, ശ്ശേ, എടാ. തള്ള. എടാ എടാ അതിന് കരിനാക്ക് എന്നൊന്നല്ല പറയാ. സിദ്ധി. ശ്ശേ, ഓ അപ്പൊ വല്യമ്മയ്ക്ക് വലിയ സിദ്ധിയായിരുന്നല്ലേ? ഒരു ഉദാഹരണം പറയാമോ? ഒന്നോ രണ്ടോ മൂന്നോ ഉദാഹരണം പറയാം. ബഹളം ഉണ്ടാക്കണ്ട. അതായത് ഇവന്റെ മൂത്തവന്റെ ഇളയത്, ഇവന്റെ ഇളയത് നേരെ ഇളയത്, അവന് കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് പിള്ളേരൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരു ദിവസം എന്ത് ചെയ്ത് നെഞ്ചത്ത് കൈവച്ച്, എന്റെ ദൈവമേ അവനൊരു കുഞ്ഞിക്കാലി കാട്ടണേ എന്ന് പറഞ്ഞു. കുഞ്ഞിക്കാലി പിറ്റേ വർഷം അവളെ പ്രസവിച്ച്. കുട്ടി ആണോ പെണ്ണോ? ചേട്ടാ, ആണുമല്ല പെണ്ണുമല്ല, ഇത്തിരി പോന്ന ഒരു കുഞ്ഞിക്കാല്. അയ്യേ അത് എന്നാ വേറെ കരിനാക്ക്. വേറെയുണ്ട്, ഒത്തിരിയുണ്ട്. അതെ, ഇവന്റെ മൂത്തവനുണ്ടല്ലോ, അവനിങ്ങനെ ശബരിമലയ്ക്ക് പോകാനായിട്ട് ഒരു ദിവസം കെട്ടൊക്കെ മുറുക്കി അങ്ങ് പോയി. അപ്പോള് ഞങ്ങൾ പിള്ളേരും എല്ലാരും കൂടെ ഇങ്ങനെ എന്റെ അയ്യപ്പ സ്വാമിയേന്നും പറഞ്ഞ് അങ്ങ് നിന്നപ്പോളെ ഞാൻ എന്റെ നെഞ്ചത്ത് കൈയും വലിച്ചു പറഞ്ഞു, എന്റെ മോനൊന്നും വരുത്തല്ലേന്ന്. അതേത് അമ്മയും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെ ചേട്ടാ, കാര്യം അതല്ല. ശബരിമലക്ക് പോയിട്ട് വർഷം 10ആയി, ഇതുവരെ അവര് തിരിച്ചു വന്നിട്ടില്ല. അയ്യപ്പസ്വാമി വരുത്തിയില്ല. അങ്ങനത്തെ കരിനാക്ക. ഇനി ആ സിദ്ധി അധികം കൊണ്ട് അല്ല. നിങ്ങളുടെ കരിനാക്ക് എല്ലാവരും അറിയാം. ശരി, പൊട്ടനാക്കാ നിങ്ങളുടെ. വഴക്കൂടല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മയ്ക്ക് പെമ്മക്കളൊന്നുമില്ലേ? പെമ്മക്കളുണ്ടല്ലോ. ഓ ഇരട്ടകളായിരുന്നു. ഇരട്ടകളെ അവരെന്ത് ചെയ്തു? അവളെ രണ്ടുപേരെയും കൂടെ ഞാൻ ഒരിടത്തോട്ട് അങ്ങ് കെട്ടിച്ചയച്ചു. ഒരു വീട്ടിലേക്ക് കെട്ടിച്ചയച്ചു. അത് മഹാമോശമായി പോയി. രണ്ടുപേരും ഒരേ വീട്ടിലേക്ക് കെട്ടിച്ചയച്ചത് മഹാമോശമായി പോയി. പക്ഷെ എന്റെ പൊന്നു ചേട്ടാ, അത് നന്നായി. കാരണം ഒരു വീടല്ലേ നശിച്ച് നാറാണക്കല്ലാവുള്ളൂ. ഇല്ലെങ്കിൽ 2 വീട് കുളം തോണ്ടിയേനെ. ഈ തള്ളയുടെ മക്കളുടെ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ മൊത്തം എടുത്ത് അടിച്ചു പിടിച്ച് സൂക്കിയ കള്ളിയാ. അതെ കുഞ്ഞെ, ഞാനൊരു 10 രൂപ മുറുക്കാൻ മേടിക്കാൻ വേണ്ടിയിട്ട് അവന്റെ മുറിയിലോട്ട് കയറി ചെല്ലും. അപ്പൊ അവൻ ഉറക്കമായിരിക്കും. അപ്പൊ ഞാൻ അവനെ ഉണത്തണ്ടല്ലോ എന്ന് വെച്ച് അവന്റെ പോക്കറ്റിൽ നിന്ന് 100 150 രൂപ അങ്ങ് എടുത്തോണ്ടെങ്കിൽ പോരും. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത്രയല്ലേടോളൂ. നീ ശരിക്കും പൈസ കൊടുക്കാത്തോണ്ടല്ലേ? പൈസ കൊടുക്കാത്തല്ല. ഇപ്പം തള്ളക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങി. ഒരു 10 പശു, ഒരു 5 ആടും. ഈ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, നാറിയിട്ട് വയ്യ. സന്തോഷമുള്ള കാര്യമില്ലേ? ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഇവിടേക്ക് ഒന്ന് സെറ്റപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഒരു ഫാമൊക്കെ തുടങ്ങണം. ഒരു പശുവിനെയൊക്കെ വാങ്ങി ഒരു ഫാമൊക്കെ തുടങ്ങി വലിയ കാര്യമായിട്ടൊന്ന് ജീവിക്കണം. വല്യമ്മ എനിക്ക് ഒരു പശുവിനെ തരും. അതിലുണ്ടാ കുഞ്ഞെ, ഒരു 8000 രൂപ തരണം. 6 മാസം ചെനയുള്ളതിനെ നീ അങ്ങ് കൊണ്ടുവെക്കോ. 8000 രൂപ? ഞങ്ങൾ ഇത്ര പരിചയക്കാരൊക്കെയല്ലേ, ഞങ്ങളൊരു വീട്ടുകാരൊക്കെയല്ലേ പോലെയൊക്കെയല്ലേ ജീവിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കുറച്ചുകൂടെ? എന്തെങ്കിലും കുറച്ചാ മതിയാ. എന്തെങ്കിലും ഒന്ന് പറയും. എന്നാ മോനെ 2 മാസം ചെന അങ്ങ് കുറച്ചേ. അല്ലെങ്കിൽ വേണ്ട, പശുവിനെ തന്നെ കുറച്ച് പൈസ ഇങ്ങ് വന്നിട്ട് വെറുതെ അല്ല എന്നോട് വേറെ വഴക്കൂടല്ലേ. നിന്നെ ഇവിടെ വിളിച്ചാ വല്യമ്മ, എനിക്ക് വേറൊരു കാര്യം. വല്യമ്മ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ചെറിയൊരു സംശയം. വല്യമ്മ കല്യാണത്തിന് മുമ്പ് ഭർത്താവിനെ ചൂലുകൊണ്ടടിച്ചു. ഈടാ കുഞ്ഞ്, അതിന് കല്യാണത്തിന് മുമ്പ് എനിക്ക് ഭർത്താവില്ലായിരുന്നല്ലോ. ഇവനെയൊക്കെയാണോടാ നീ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത്? സാരല്ലേ വല്യമ്മ, ഒരു കാര്യം ഞാന് ഒരു
ഒരു കാര്യം ചോദിക്കാം, നീ എന്താണ് ഈ കുടുംബം ശരിക്കും ഇങ്ങനെ നോക്കാത്തത്? ഞാൻ എല്ലാം ശരിയായിട്ട് നോക്കുന്നുണ്ട്. ഈ തള്ള എന്റെ പേര് മൊത്തവും പുറത്തു കൊണ്ട് നശിപ്പിക്കുകയാണ്. വലിയമ്മ പറയുന്നു, ഇവൻ പറയുന്നത് ഇവൻ പൈസ ഒന്നും തരുന്നില്ല. പിന്നെ വലിയമ്മ എങ്ങനെയാ ജീവിക്കുന്നത്? ഈയുടെ മോനെ, ഞാൻ ഈ അണുശക്തി നാളിലുള്ള വീട്ടിലെല്ലാം പോയി പാത്രം കഴുകിയാടാ കുഞ്ഞാ ജീവിക്കുന്നത്. കള്ളം പറയാം. അത് നേരത്തെ പറഞ്ഞില്ലേ, പാത്രം കഴിയൊന്നുമല്ല, പശുവിനെ വാങ്ങിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ആട്, പാട്, പശു, കോഴി ഇതൊക്കെ ആയിട്ട് വലിയമ്മ ജീവിക്കും. അപ്പൊ എനിക്ക് ഇത്രയും നേരത്തെ നിങ്ങളുടെ ഈ കുടുംബത്തിലെ ആയിട്ട് ഈ സെറ്റപ്പ് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. അതായത് നീ ഈ വലിയമ്മയ്ക്ക് നിന്റെ അമ്മയ്ക്ക് 5 പൈസ കൊടുക്കുന്നില്ല. നീ നിന്റെ അമ്മയെ നോക്കുന്നില്ല. അമ്മ സ്വന്തമായിട്ട് ഇവിടെ ആട്, കോഴിയൊക്കെ വളർത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ശരിയല്ലേ? വലിയമ്മയാണ് ഈ വീട്ടിലെ പണിയെല്ലാം. എന്റെ കുഞ്ഞെ, ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ ചെയ്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിയെല്ലാം ചെയ്തിട്ട് എന്റെ നടുവേദന, ശരീരം മൊത്തം വേദനയാ. നടുവേദന, നെഞ്ചുവേദന, കാലുവേദന, മുട്ടുവേദന. വയറ്റിലുണ്ടോ? പട്ടി, നീ അതിലാണ്